നമ്മുടെ സംസ്ഥാനത്തിന് ആരോഗ്യരംഗത്ത് വലിയ മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾക്കാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ 42 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതോടൊപ്പം 37 ഐസൊലേഷൻ വാർഡുകൾ, ഇവയുടെയെല്ലാം ഉദ്ഘാടനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. അതിനോടൊപ്പം അപൂർവ രോഗപരിചരണ പദ്ധതിയായ കെയറിൻ്റെ പ്രഖ്യാപനവും ഇന്നിവിടെ നടക്കുകയാണ്. നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായാണ് നിലവിൽ 102 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള 93 നഗരപ്രദേശങ്ങളിലായി 380 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൽ 42 എണ്ണം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. നഗരങ്ങളിൽ സാധാരണഗതിയിൽ ജീവിതച്ചെലവ് താരതമ്യേന കൂടുതലാണ്. ആരോഗ്യ സേവനങ്ങളുടെ കാര്യത്തിലും അതുതന്നെയാണ് അവസ്ഥ. ഉയർന്ന ചിലവിൻ്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുത്. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സൗജന്യവും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കാനായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുക. ഇവിടെയുള്ള ഓരോ നിയോജക മണ്ഡലത്തിലും ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളോടുകൂടിയ 10 കിടക്കുകളുള്ള ഐസൊലേഷൻ വാർഡ് ഒരുക്കാനുള്ള പദ്ധതി നേരത്തെ തയ്യാറാക്കി. കഴിഞ്ഞ വർഷം 10 ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം നടന്നിരുന്നു. ഇപ്പോൾ 37 ഐസൊലേഷൻ വാർഡുകൾ കൂടി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷേ പകർച്ചവ്യാധികൾ വളരെയേറെ കൂടുന്നുമുണ്ട്. ചികിത്സയും മരുന്നുകളും ഒരുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് രോഗപ്രതിരോധത്തിനുതകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കൽ. പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐസൊലേഷൻ വാർഡുകൾ. ഇത് കഴിഞ്ഞ കോവിഡ് കാലത്ത് വ്യാപകമായി നമുക്ക് പരിചയമുണ്ടായൊരു കാര്യമാണ്. ആ മാതൃകയിലാണ് സംസ്ഥാനത്തെമ്പാടും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. 140 മണ്ഡലങ്ങളിലും ഇതിനായുള്ള ആരോഗ്യ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 250 കോടി രൂപയാണ് ഇതിനാകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 50% കിഫ്ബി മുഖേനയാണ്, 50% MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കുകയാണ്. അപൂർവ രോഗപരിചരണത്തിനായി കേരള യുണൈറ്റഡ് എഗൻസ്റ്റ് റെയർ ഡിസീസസ്, അതാണ് കെയർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്, ആ പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുന്നു.
അപൂർവ രോഗചികിത്സാ രംഗത്ത് കേരളത്തിൻ്റെ നിർണായകമായൊരു ചുവടുവയ്പ്പായിട്ടാണിത് മാറുന്നത്. ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 5000-ലധികം അപൂർവ രോഗങ്ങളുണ്ട്. 10,000 പേരിൽ ശരാശരി 1 മുതൽ 6 വരെ ആളുകളെ ബാധിക്കുന്ന രോഗങ്ങളെയാണ് അപൂർവ രോഗങ്ങളായി കണക്കാക്കുന്നത്. 2021 ദേശീയ അപൂർവ രോഗ നയപ്രകാരം ദേശീയ തലത്തിൽ 11 കേന്ദ്രങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. ഇവയിൽ ഒരു കേന്ദ്രം നമ്മുടെ SAT ആശുപത്രിയാണ്. ആ 11-ൽ 1. ഇതിന് 3 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര നയപ്രകാരം ഒരു രോഗിക്ക് പരമാവധി 50 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ഈ കേന്ദ്രത്തിലൂടെ നൽകാൻ കഴിയുന്നത്. എന്നാൽ പല രോഗങ്ങളുടെയും നിലവിലെ ചികിത്സകൾക്ക് ഈ തുക മതിയാകില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അപൂർവ രോഗ പരിചരണത്തിന് ഒരു സമഗ്ര നയരൂപീകരണമാണ് ലക്ഷ്യമിടുന്നത്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും നിലവിൽ ലഭ്യമായ ചികിത്സ ലഭ്യമാക്കാനും തെറാപ്പികൾ, സാങ്കേതിക സഹായ ഉപകരണങ്ങൾ ഇവയെല്ലാം ലഭ്യമാക്കാനും ഗൃഹ കേന്ദ്രീകൃത സേവനങ്ങൾ ഉറപ്പുവരുത്താനും മാതാപിതാക്കൾക്കുള്ള മാനസിക സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്താനുമൊക്കെ ഉതകുന്ന ഒരു സമഗ്ര പരിചരണ പദ്ധതി തയ്യാറാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അപൂർവ രോഗപരിചരണ പദ്ധതിയായ കെയർ പ്രഖ്യാപിക്കപ്പെടുന്നത്. പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് മാതൃകാപരമായ നടപടികൾ കേരളത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ കെയർ പദ്ധതി മാതൃകാപരമായ മറ്റൊരു ചുവടുവയ്പ്പാണ്. മാനവ വികസന സൂചികയിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും ഏറെ മുന്നിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള സാമൂഹിക പുരോഗതി നേടാൻ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ട് ആരോഗ്യമേഖലയിലെ 2ഉം 3ഉം തലമുറ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. അതിലേക്കുള്ള ചുവടുവയ്പ്പായി മാറും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികൾ. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ വിശദമായി നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. 42 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 37 ഐസൊലേഷൻ വാർഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായും അപൂർവ രോഗപരിചരണ പദ്ധതിയായ കെയറിൻ്റെ പ്രഖ്യാപനം സന്തോഷപൂർവ്വം നടത്തിയതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.